ഭയങ്കര വാശിയിലിരിക്കുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു മിനിറ്റ് ഒറ്റൊരു മിനിറ്റോടെ കോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അവർ ഉറങ്ങുമ്പോൾ അവിടെ കിടന്നു. കങ്കാരു കെയർ പൊതുവേ പറയുന്ന പ്രീമി ബേബീസ് അല്ലെങ്കിൽ വെയിറ്റ് കുറവുള്ള ബേബീസിനാണ്. പക്ഷെ നമ്മുടെ ന്യൂ ബോൺസിനും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ന്യൂ ബോൺസിനെ ഇങ്ങനെ നമ്മൾ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ ഇവരുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ആവാനും ഇവരുടെ ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ് ഇങ്ങനെയുള്ളത് റെഗുലേറ്റ് ആവാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇത് അമ്മയ്ക്കാണേലും അവരുമായിട്ട് ബോണ്ട് ചെയ്യാനുള്ളൊരു ടൈമാണ്. ഇത് പൊതുവേ ചെയ്യുന്നത് ബെയർ ചെസ്റ്റിൽ കുഞ്ഞിനെ ഡൈപ്പർ മാത്രം ഇടിയിച്ചിട്ട് കിടത്തുകയാണ്. പക്ഷേ നമ്മൾക്ക് ഇതുപോലെ കുട്ടീനെ ക്ലോത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ കാരിയർ വെച്ചിട്ട് നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുഞ്ഞുവാവകളുടെ കാലെപ്പോഴും സപ്പോർട്ടഡ് ആയിരിക്കുക, അവരുടെ നെക്ക് സപ്പോർട്ടഡ് ആയിട്ടിരിക്കുക. ആ രീതിയിൽ തന്നെ അവർ ക്യാരി ചെയ്യേണ്ടതായിട്ടുണ്ട്, അവരുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. ഇത് ചെയ്യുന്നത് കൊണ്ട് അവരുമായിട്ട് ബോണ്ടിങ് കൂടും, ഇവരുടെ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൂടും. ഇങ്ങനെയുള്ള ഒത്തിരി ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികളെ നമ്മളിങ്ങനെ കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ കാലിൻ്റെ പൊസിഷനാണ്. ഇതൊരു എം ഷേപ്പിൽ തന്നെ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. ഇനി കഴുത്ത് ഉറയ്ക്കുന്നതിന് മുമ്പുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ നെക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ആൾക്കത് ആവശ്യമില്ല, ആൾക്ക് ഓൾമോസ്റ്റ് 1.5 വയസ്സായി എന്നോർത്ത് അതിൻ്റെ ഒരു വെയിറ്റ് കൂടിയതിൻ്റേതായിട്ടുള്ളൊരു നമുക്ക് ഷോൾഡർ പെയിനോ ബാക്ക് പെയിനോ ഒന്നും വരുന്നുമില്ല. നമ്മൾ ഒത്തിരി ക്രാങ്കി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ പൊസിഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാറിൻ്റെ ചൂടേറ്റ് ഇവർ നല്ല സുഖത്തിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യും.